അത് മാഡം ഞാനത് അതോർത്തേ ഒരു 4 മണിയൊക്കെ ആയിട്ട് ഇറങ്ങാന്നാ വിചാരിച്ചേ. ആ ഈ ഭയങ്കര വെയിൽ, അത്രയും ദൂരം പോകുമ്പോഴേ കത്തിപ്പോവും. ആ ശരി എന്നാ. പോണില്ലേ പോണില്ലേ ഇന്നെങ്ങും? ഇരുന്നുറങ്ങാതെ പോയി കിടന്നുറങ്ങുക ചേച്ചി. എന്താ പ്രശ്നം? എന്താ ചേച്ചി 2 ദിവസമായിട്ടുള്ള എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? കാണിക്കണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. അതാ ഞാൻ ചോദിക്കുന്നത്, എന്താ കാരണമെന്ന് അറിയില്ലേ? അറിയാത്തോണ്ടല്ലേ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. അറിയാത്ത കൊണ്ടല്ല, അറിയാത്ത പോലെ അഭിനയിക്കുന്നതാണ് നീ. ആ ശരി, അതൊന്നും നീ ഇല്ലാന്നൊന്നും പറയണ്ട. ശരി, ഞാൻ അറിയാത്ത പോലെ അഭിനയിക്കുക. നീ ഫുൾ അഭിനയമാ. ആണ്, അതിപ്പോഴാണ് ചേച്ചിക്ക് മനസ്സിലായത്? പറ, സമ്മതിക്ക് നീ. ആണ് ആണ് ഞാനൊരു സ്നേഹം കാണിക്കുന്നതും അഭിനയമാ. ഓ പറ, സമ്മതിച്ചോ? സമ്മതിച്ചു. ചേച്ചിയോട്, അമ്മയോട്, ഏട്ടനോട്, എല്ലാരോടും എന്നോട് കാണിക്കണ കള്ളത്തരവാ. ശരി, എന്താ ഇവിടെ നിനക്ക് ആകെ ഉള്ളത് നിന്റെ ക്ലീറ്റോ ചേട്ടൻ മാത്രമേ ഉള്ളൂ. പിന്നെ റൊണാൾഡോ ചേച്ചൻ. നിങ്ങൾ അങ്ങനെ പുറംപോക്ക്, ഞാൻ എന്റെ പിള്ളേരും പുറംപോക്ക്. ശരി, ചേച്ചി പറയണ എല്ലാം ഞാൻ ഏറ്റ്. ഇനി കാര്യം പറ എന്താന്ന്. എന്ത് കൂന്ന്? എനിക്ക് നല്ല വിഷമായില്ലേ? നീ ഒരിക്കലും എന്നോട് അങ്ങനെ കണക്ക് കാണിക്കാൻ പാടില്ല. എന്റെ ചേച്ചി, എന്റെ ഓർമ്മയിൽ ഒരു പ്രശ്നം എനിക്കറിയത്തില്ല എന്തുവാന്ന്. ചേച്ചി ഞാൻ വിഷമം ഉണ്ടാക്കാനുള്ള എന്ത് കാരണോ ഞാൻ ഉണ്ടാക്കിയെന്ന്. കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര തലവേദന എടുക്കണ, ചായ കുടിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോന്നു നിന്റെ അടുത്തുനിന്ന്. പോന്നോ? ഇവിടെ വന്നിട്ട് ഞാൻ പിന്നെയും തിരിച്ചു വന്നു. ഒരു തുള്ളി പഞ്ചസാര ഇല്ലടി, ഇത്തിരി പഞ്ചസാര തന്നേന്ന് പറഞ്ഞു. ഞാൻ തന്നല്ലോ പഞ്ചസാര. തന്നു. ഓ, തന്നതാണോ ചേച്ചിക്ക് കുഴപ്പം? തന്നതല്ല കുഴപ്പം, തന്ന രീതിയാണ് എനിക്ക് കുഴപ്പം. എന്ത് രീതി? ചേച്ചി എങ്ങനെയാ എനിക്ക് പഞ്ചസാര തന്നത്? ഞാൻ പഞ്ചസാര പാത്രത്തിന്റെ അടപ്പ് തുറന്നിട്ട് ഒരു പാത്രത്തിൽ എടുത്ത് തന്നു. പാത്രത്തിലല്ല, എന്തിനെടുത്ത് തന്നത്? ഗ്ലാസ്സില്. ആ ഗ്ലാസ് എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. അത് തരാം, ഞാൻ ഇത് പറഞ്ഞു തീർക്കട്ടെ. നീ ഗ്ലാസ്സിൽ തന്നതേ ഇത്ര ഉള്ള ഔൺസ് ഗ്ലാസ്സില് തന്ന്. അങ്ങനെ നിറച്ച് ഒരു ഗ്ലാസ് നിറച്ച് അളന്ന്. ഇപ്പൊ നിനക്ക് മനസ്സിലായി നീ അളന്നാ തന്നേന്ന് മനസ്സിലായല്ലോ. സാധാരണ നമ്മള് കൂടപ്പുറപ്പുള്ള ഒരു സാധനം ചോദിക്കുമ്പോ എന്ത് ചെയ്യും? എന്നാ ചേച്ചി ആവശ്യത്തിന് എടുത്തിട്ട് താ എന്ന് പറയും. ഇത് അതായത് നിനക്ക് എനിക്ക് തരുന്ന സാധനങ്ങൾക്ക് കണക്കുണ്ട്. നിന്റെ ക്ലീറ്റോ ചേട്ടനാണെങ്കിൽ നീ അത് ചെയ്യൂലല്ലോ. അപ്പൊ ഞാൻ ഇത് തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ ഒരു ഗ്ലാസ്, കുഞ്ഞു ഗ്ലാസ് പഞ്ചസാര നിനക്ക് തിരിച്ചു വേണം. ഇതാണ് 2 ദിവസമായിട്ട് എന്റെ അടുത്ത് ഒന്ന് അവിടെ ഇരിക്കട്ടെ നീ. ചേച്ചി എടുത്ത് ഞാൻ എന്താ പറഞ്ഞത്? പഞ്ചസാര കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞില്ല, പഞ്ചസാര കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞില്ല. നീ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞില്ല. ഞാൻ എന്താ കുഞ്ഞു ഗ്ലാസ്സിൽ അകത്തൊന്നും അല്ല, ഈ പാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ ചേച്ചി ഇത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വരണം. അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അടുത്തൊരു ഗ്ലാസ് ഇരുന്ന് ആ ഗ്ലാസിന്റെ അകത്ത് ഞാൻ പഞ്ചസാര ഇട്ട് തന്നു. അതിന്റെ അളവും നോക്കിയിട്ടില്ല, ഒരു കാര്യവും ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ നിനക്ക് അതിനകത്ത് പകുതി തന്നാ മതിയായിരുന്നല്ലോ. നീ ഇതിന് ഒരു ഗ്ലാസ് ഫുള്ള് തന്നത്. ഓ, അപ്പൊ ഞാൻ ഫുള്ള് തന്നതാണല്ലേ തെറ്റ്? അത് എന്റെ തെറ്റ്. ഞാൻ എന്റെ ക്ലീറ്റോ ചേട്ടന്റെ ഭാര്യ ഇല്ലെന്ന് വെച്ചിട്ടാണ് ഫുള്ള് തന്നത്. അന്ന് എന്റെ തലേതൊരു സത്യം ചെയ്ത് നിനക്ക് കണക്കില്ലാന്ന്. തലമുണ്ട കിട്ടണം ഞാൻ തരും. ഒരു മണ്ണാങ്കട്ടയും ഇല്ല. ഞാൻ എന്നിട്ടിരുന്നു ഞാനിങ്ങനെ ആലോചിക്കുവാണ്, ഇവിടെ എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്? ഒരു ഗ്ലാസ് ഇച്ചിരി പഞ്ചസാര തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നിനക്ക് പറയാം, ഞാൻ ചായ ഇട്ട് തരാം ചേച്ചി ഇങ്ങോട്ട് വാന്ന് പറയാം. അത് പറഞ്ഞില്ല. എനിക്ക് മടിയായിരുന്നു. പറഞ്ഞില്ല. എന്നിട്ട് എന്നാ തരാന്നും പറഞ്ഞിട്ടേ ഇച്ചിരി കോളുള്ളൊരു ഗ്ലാസ്സിൽ നിറച്ച് കണക്ക് നോക്കി തന്നേക്കണ്. എനിക്ക് എന്തൊരു വേദന. തന്നില്ല ചേച്ചി. ഇതിന്റെ പേരിൽ 2 ദിവസമാണ് ചേച്ചി എന്നോട് ഉണ്ടായിരുന്നത്. എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അറിയാം. എന്റെ മനസ്സിൽ നിന്ന് തിങ്ങുവാണ് പറയാനായിട്ട്. ദൂരം വിശേഷങ്ങൾ അറിഞ്ഞാന്നറിയോ? ഞാൻ വഴക്കറിയാം. വേറൊരു കാര്യം ഉണ്ടടി. ഇവിടെ തിരുമലയിൽ ഒരു കടയില് പപ്സ് ആണോ? ഇങ്ങനെ തൊട്ട ഇങ്ങനെ ആയിപ്പോണ്ട പപ്സിന് നമുക്ക് പപ്സും ചായ കുടിക്കാൻ പോവാം. ചേച്ചിക്ക് ഇന്ന് പഞ്ചായത്തിൽ പോണം. എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. നമുക്ക് പോണ വഴിക്ക് പോവാം. അല്ല ചേച്ചി, ഡാൻസ് ക്ലാസ്സിനോട് ചിലപ്പോ രണ്ട് സമയത്ത് വരുള്ളൂ. നമുക്കിപ്പോ ഒരുമിച്ച് പോയിട്ട് ചായ കുടിച്ചിട്ട് 2 വഴിക്ക് പിരിയാം. റെഡി ആവട്ടെ. വഴക്കൊക്കെ മാറി. ഗ്ലാസ് കിട്ടിത്തരാം. അത് ഇച്ചിരി എണ്ണ ഒഴിച്ച് വെച്ചേക്കണം. ഓ,
വിഷമിക്കാതെ, ഒരു കാലത്ത് അവരും വയസ്സരാവും. എനിക്ക് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തോണ്ടല്ലേ. അപ്പൊ ചേച്ചി ഞാൻ പോയിട്ട് വരാം. തങ്കം വരുമ്പോ വരാം. അല്ല, ഇരിക്കെ, കഴിച്ചിട്ട് പോവാം. മോളെ, എന്തെങ്കിലും ഒരു കറിയും കൂടെ വയ്ക്കേ. എന്തു പറ്റിയായിരുന്നു? അല്ല, ശാരദയുടെ വിഷമങ്ങൾ പറയുമായിരുന്നു. മക്കൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ അമ്മയെ വേണ്ട. അല്ല, ഒരു മോനം കൊണ്ട് ഡൽഹിയിലല്ലേ? അതെ, ഡൽഹിയിലാണ്. അവൻ അവിടെ ഒരു ഹിന്ദിക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ച് അവിടെ താമസിക്കുക. മോന്റെ കാര്യമല്ല, പിന്നെ മോളുടെ കാര്യം. മക്കൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ അമ്മയുടെ സ്വത്ത് മാത്രം മതി, അമ്മയെ വേണ്ട. അമ്മ പോരാ. പെരേടം എഴുതി കൊടുക്കുന്നവരെ ഒരു പരാതിയും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോ ആ പെരേടം ഇപ്പൊ വിറ്റ് കാശാക്കി എറണാകുളത്ത് നിന്ന് ഫ്ലാറ്റ് വാങ്ങിക്കണമെന്നാ അവരുടെ തീരുമാനം. അവർക്ക് 2 പിള്ളേരുണ്ട്. അവരുടെ സ്വഭാവത്തിന് ഞാൻ ഒരു ദിവസം ഞാൻ ഇവിടെ തങ്ങി പോകത്തില്ല. അവർക്ക് എന്നെ ഇഷ്ടമല്ല. യാതൊരു അനുസരണയും ഇല്ലാത്ത പിള്ളേര്. ശാരദ വേണമെങ്കിൽ വൃദ്ധസദനത്തിലാക്കാന്ന്. ആ വീടും സ്ഥലമൊക്കെ വിൽക്കാൻ വേണ്ടി നോക്കാൻ ആള് വരുന്നുണ്ട്. വിൽക്കാനായിട്ടാ? അത് വിറ്റ പിന്നെ ഞാൻ എങ്ങോട്ട് പോകും മോളെ? വിഷമിക്കണ്ട. പിന്നെ അതൊക്കെ തങ്കത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടൊരു പരാതി കൊടുക്കാനാ ശാരദ വന്നത്. ചേച്ചി വരുമ്പോ ലേറ്റ് ആവത്തില്ലേ? അതാ ഞാൻ ചോറ് എടുത്ത് വെക്കും. ചോറ് വെച്ചിട്ട് പോ. Vasu and Rita go up a hill. They run down the hill. Amma, Amma. ഈ സ്പൈഡർമാനെ വലയിട്ട് പോകുമ്പോ ലൈൻ കമ്പി തട്ടിയ ഷോക്ക് അടിക്കൂലേ? എന്തെന്ന്? സ്പൈഡർമാൻ വലയിട്ട് പോകുമ്പോഴേ ലൈൻ കമ്പി തട്ടിയ ഷോക്ക് അടിക്കൂലേ? ഇതാണോ ഇവിടെ പഠിക്കാനുള്ളത്? ആണോ? ഇപ്പൊ ഇതാണോ ഇവിടെ സംശയിക്കേണ്ടത്? നീ നിന്നോട് പഠിക്കാൻ പറഞ്ഞിട്ട് നീ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണ എന്തിനാടാ? നീ പഠിക്കാൻ അങ്ങോട്ട് തക്കിടോ. പഠിക്കുക. ഒരു 100 കൂട്ടം കാര്യങ്ങൾ അതിന്റെ ഇടയിൽ ചിന്തിച്ച് എടുക്കും. the school on time. സ്പൈഡർമാൻ. ഹലോ, ആർക്കെ സാറേ? എന്താണ്? Children go. വിളിച്ചായിരുന്നു. അയ്യോ, അതുകൊണ്ട് മാത്രമല്ല, അമ്മയുടെ കൂട്ടുകാരിയും കൂടിയാണ്. അപ്പൊ ഇവിടെ വന്ന് അങ്ങനെ സങ്കടം പറഞ്ഞപ്പോ ആണോ? പക്ഷെ അങ്ങനെ തോന്നിച്ചില്ല കണ്ടപ്പോഴേ. ശരി. ശരി സാറേ, ഓക്കെ. ആരാ? എടി, ആർക്കെ സാറ് പാർട്ടിയിലെ വലിയ ആളാ. എന്തിനാ വിളിച്ച? മറ്റേ ശാരദാമ്മ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ വിളിച്ചില്ലേ, പെണ്ണിനെ, മകളെ. അതറിഞ്ഞിട്ട്. അവൾക്ക് അത്രയും പിടിപാടൊക്കെ ഉണ്ടാ? അപ്പൊ തന്നെ എനിക്ക് കോള് വന്നേക്കുന്നത്. എന്താ അയാള് പറയണത്? അയാള് പറയുവാണേ, ഈ അമ്മയ്ക്ക് അത്ര സുഖമില്ല എന്ന്. എന്റെ ദൈവമേ, അവർക്കൊരു കുഴപ്പമില്ലല്ലോ. പുള്ളി പറയണ ഭയങ്കര വഴക്കാളിയും വക്കാണോ ഒക്കെയാണ്, പിള്ളേരെയൊക്കെ ഉപദ്രവിക്കും അങ്ങനെയൊക്കെ പറയും. നമുക്ക് അറിയാൻ പാടില്ലാട്ട സത്യം. ചിലപ്പോ പുറത്തൊക്കെ നല്ലതായിരിക്കും. ചേച്ചി അവിടെ നിന്ന് ഇവളെ അങ്ങനെയായിരിക്കും അവരുടെ അടുത്തൊക്കെ പറഞ്ഞേക്കണത്. അവരൊരു പാവം പിടിച്ചതല്ലേ. പക്ഷെ സാറൊക്കെ ഒന്നും അറിയാതെ പറയൂ? എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഇവർക്ക് എന്തോ എറണാകുളത്തോട്ട് മാറാനാന്ന്. അതാന്ന് പറഞ്ഞായിരുന്നല്ല. എന്നും പറഞ്ഞോണ്ട് അനാഥാലയത്തിൽ കൊണ്ടാക്കുമെന്നൊക്കെ പറയണ കഷ്ടല്ലേ. സത്യം എന്താന്നുള്ളത് എങ്ങനെ അറിയണം? അവര് പറയുമ്പോ അവരുടെ വശത്താ ശരിയെന്ന് തോന്നും, ഇവര് പറയുമ്പോ ഇവരുടെ വശത്താ ശരി. ആ മകനൊന്നും അറിയണില്ലേ? അപ്പം മകൻ അറിയുന്നു. അവന് ഉള്ളത് ഇല്ലാത്ത കണക്കാ. ഏതൊരു ഹിന്ദിക്കാരനെ കിട്ടി ആ പുറകെയല്ലേ. നീ കണ്ടിട്ടുണ്ടോ ചെറുക്കനെ? ക്ലീറ്റോന്റെ പഠിച്ചാലും എനിക്ക് ശരിക്കും ഓർമ്മയില്ല. പക്ഷെ അന്ന് ഈ ശാരദാമ്മയുടെ ഹസ്ബൻഡ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ എന്നാലും ആ ചെറുക്കൻ അങ്ങനെ പോയി. മോളാണെങ്കിൽ ഇതേ ഈ പരുവം. എന്തൊരു പാവം. സെക്രട്ടറി. ഹലോ, ശ്രീകുമാർ സാറേ.
ആ അത് അങ്ങനെയല്ല, അമ്മയുടെ കൂട്ടുകാരിയും കൂടിയാണ്. അപ്പൊ ഇവിടെ വന്ന് സങ്കടം പറഞ്ഞപ്പോ അങ്ങനെ വിളിച്ചതാ. ആ ഹാ 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 ആ ശരി ശരി. ശരി സാറേ. LC സെക്രട്ടറി ശ്രീകുമാർ സാറ്. അപ്പൊ ഇത് ആ പെണ്ണിന്റെ ഭാഗത്ത് എന്തോ തെറ്റുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും കൊണ്ടും വിളിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതെ അതെ, നമ്മളെ അമ്മേനെ ഉപദ്രവിച്ചോന്ന് അറിയാൻ വേണ്ടിട്ട് അവരുടെ മകളെ വിളിച്ചെങ്കിൽ ആ പെണ്ണിനെ എല്ലാവരും കൊണ്ട് നമ്മളെ വിളിപ്പിക്കുന്നത്. അപ്പൊ അവളുടെ ഭാഗത്ത് തന്നെ അവളുടെ ഭാഗത്ത് തെറ്റുണ്ട്. അവൾക്ക് എന്താ പേടിയുണ്ട്. എന്നാലും അവള് പോന്നവളാട്ടാ. അവർക്ക് തലയ്ക്ക് ഒരു കുഴപ്പമില്ല, ഇവളായിരിക്കും പ്രശ്നക്കാരി. സ്വന്തം അമ്മേനെ മാനസിക രോഗിയാക്കി. വല്ലതും കേക്കണ്ട, ഇങ്ങനെ ഇരുന്നോ. തള്ളമാരെയൊക്കെ നോക്കണം വലുതാവുമ്പോ. ഞാൻ നോക്കും. നിന്റെ പരുവം കണ്ടിട്ട് നോക്കണ ലക്ഷണം എനിക്ക് കാണുന്നുണ്ട്. ചേച്ചിയുടെ സ്വഭാവത്തിന് വന്ന് നോക്കാൻ ചാൻസ് ഇല്ല. നോക്കൂല അമ്മയുടെ പൊന്ന്? ഞാൻ നോക്കും. അമ്മയുടെ പൊന്ന് അമ്മനെ നോക്കൂലേ? മാമിനെയും കൂടെ നോക്കണേ. മാമിനെ നോക്കാൻ 2 എണ്ണം വേറെ ഉണ്ട്. കണ്ടറിയാം അതുങ്ങളൊക്കെ നോക്കുമെന്ന്. അതൊക്കെ ശരി, പടി. All the children go. കഷ്ടമായിപ്പോയല്ലോ ഏട്ടാ ശാരദാമ്മയുടെ കാര്യം. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇനി? എന്ത് ചെയ്യാനാ, അവർക്ക് അവരുടെ മോക്ക് നല്ല പിടിപാടുണ്ട്. രാഷ്ട്രീയത്തിലാണെങ്കിലും ശരി, പോലീസിലാണെങ്കിലും ശരി, വലിയ വലിയ ആൾക്കാരായിട്ട് നല്ല ബന്ധമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവരവരുടെ സോഴ്സ് പ്രയോഗിക്കും എന്തായാലും. പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പൊ സ്റ്റേഷനിൽ വന്നാൽ തന്നെ നമ്മൾ എന്ത് പറയും? സ്റ്റേഷനിൽ വന്നാൽ തന്നെ നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന എന്താണ്? ഒന്നി അമ്മയും കൊണ്ട് പോകാൻ പറയാം അവരുടെ അടുത്ത്, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പറയും അമ്മ മക്കളോട് പോയി നിൽക്കാൻ പറയും. അതല്ലാതെ പിന്നെ എന്ത് പറയാൻ പറ്റും? ഒന്നും പറയാനില്ല. അതിനേക്കാൾ ഏറ്റവും വലിയ പ്രശ്നം ചിലപ്പോൾ ഈ വസ്തു കൊടുക്കാൻ നിൽക്കുന്നില്ലേ, ഇത് വാങ്ങാൻ നിൽക്കുന്നത് നല്ലൊരു ബിസിനസ്സുകാരനാണ്. അയാൾക്ക് രാഷ്ട്രീയത്തിലുള്ള അങ്ങേയറ്റ പിടിപാടുള്ള ആളാണ്. ഇപ്പൊ പിന്നെ തീർന്നു. അത് മാത്രമല്ല അത് അഡ്വാൻസ് ഒക്കെ ആയെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇത് ഈ അമ്മ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ല, ഒക്കെയാണ് കുഴപ്പം. എന്റെ ഏട്ടാ നമുക്ക് ഇങ്ങനത്തെ അബദ്ധമൊന്നും വരരുത് കേട്ടാ. എന്റെ പൊന്നെ, എല്ലാം നമ്മുടെ കാലശേഷം. എത്ര സ്നേഹമുള്ള മക്കളാന്ന് പറഞ്ഞാല് കാലശേഷം എന്ന് പറഞ്ഞാൽ കാലം കഴിക്കും പെട്ടെന്ന് ആൾക്കാർ അങ്ങനെയല്ലേ കാണുന്നത്. അതുകൊണ്ട് മക്കളെ അന്തസ്സായിട്ട് പഠിപ്പിക്കുക, ഒരു ജോലി മേടിച്ചു കൊടുക്കുക, സ്വന്തം കാലം നിൽക്കാൻ ശ്രമിക്കട്ടെ. അവര് നേരത്തെ തന്നെ പറഞ്ഞേക്കാം ഒന്നും തരത്തില്ല. ആരെയും കണ്ടൊന്നും പോയിക്കണ്ട. എന്താന്ന് വെച്ചാൽ അതെ അതെ, അത്ര തന്നെ. അത് തന്നെയാണ് അവരുടെ അടുത്ത് പറയാൻ പോണത്. അത് അങ്ങനെ തന്നെ ഇപ്പൊ എല്ലാവരും പറയുന്നത്. നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ എല്ലാവരും സർക്കിളിലൊക്കെ എല്ലാവരും അങ്ങനെ സംസാരിച്ചു തുടങ്ങി. എല്ലാവരും ഇപ്പൊ അങ്ങനെ തന്നെയാണ്. പിള്ളേർ പഠിക്കട്ടെ, എന്ത് വേണോ പഠിപ്പിക്കുക, നമ്മളെ കൊണ്ട് പറ്റും പോലെ പഠിപ്പിക്കും. ഒരു നല്ല ജോലിയും മേടിച്ച് അന്തസ്സായിട്ട് സ്വന്തം ജീവൻ തിരഞ്ഞെടുത്തോളുക. നമ്മളെ പൈസ കൊണ്ട് നമ്മൾ അടിച്ചു പൊളി ജീവിക്കും. അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അമ്മയൊക്കെ ഭാഗ്യവതിയാ. ആ അമ്മയുടെ കരച്ചിലൊന്ന് കാണായിരുന്നു. എന്നാലും ഈ സമപ്രായക്കാരും ഇത്തരം വിഷമങ്ങളൊക്കെ പറയുമ്പം ഉള്ളിൽ വല്ലാത്ത ചിന്തകളൊക്കെ തോന്നും. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെ കംഫർട്ടബിളായി നിർത്തിക്കൊള്ളണം കേട്ടാ. നമ്മളടുത്തൊരു ഗീതം ചോദിക്കും. അങ്ങനെയല്ല ഞാൻ പറയണത്, ഇതിലൊന്നും കാര്യമില്ലമ്മ. അതിപ്പോ 1-2 സ്ഥലത്ത് നടക്കും, എല്ലായിടത്തും അങ്ങനെയൊന്നും അല്ല. പത്രം എടുത്താൽ ഇതേ ഉള്ളൂ. പക്ഷെ അമ്മ അറിയണ്ട, അമ്മയ്ക്ക് തിന്നും തിരിച്ചും വരുന്ന കാര്യങ്ങളെല്ലാം അറിയാവോ. അതിന് നമ്മളങ്ങനെ ഒരിടത്ത് അങ്ങനെ സംഭവിച്ചു എല്ലാവരും മനസ്സിലിട്ട് ഇങ്ങനെ നോക്കും, എന്നോട് പിന്നെ ഇങ്ങനെ കാണിക്കുവോ. വേറെ ഒന്നും ചിന്തിക്കാൻ അവർക്ക് വേറെ ഒന്നും ഇല്ലല്ലോ. പഠിപ്പിക്കേണ്ട കാര്യമില്ല മക്കൾക്ക്, വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയാണ്. മോളെ, അയ്യോ എന്തു പറ്റി? ഇവിടെ വാ. പേരോടൊക്കെ കച്ചവടം ആയടി മോളെ. എനിക്ക് അവിടെ നിൽക്കാൻ വയ്യ. അവരുടെ കൂടെ ചെന്നില്ലെങ്കിലേ എന്നെ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞു മോളെ. അങ്ങനെ പറഞ്ഞു? അങ്ങനെ പറഞ്ഞു. പേരയുടെ കച്ചവടമായിന്ന്. ആണോ? അയ്യോ, ആ പെണ്ണ് എവിടെയെങ്കിലും ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞു. അവരുടെ കൂടെ പോകാൻ കഴിയൂല്ലെങ്കിൽ. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നൊന്ന് പരാതി പറഞ്ഞതിന് ഭയങ്കര വഴക്കായിരുന്നു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുമെന്ന് പറഞ്ഞ അതിലും വലിയ ആൾക്കാർ അവർ കാണുമെന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടമാണിത്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ എന്റെ കിടപ്പാടും പോവും. ഞാൻ എങ്ങോട്ട് പോകും മക്കളെ? മര്യാദയ്ക്ക് നിന്ന അവരെന്നെയും കൂടെ എറണാകുളത്തേക്കൂടെ കൊണ്ടുപോകാമെന്ന്. എനിക്കങ്ങനെ പോകാനൊന്നും വയ്യ. മോളെ, എന്നെ സ്നേഹാലയത്തിലൊന്ന് കൊണ്ടാക്കൂ. ശാരദ എന്തിനാ കിടപ്പാട് എഴുതി കൊടുക്കാൻ പോയത്? വീട് പൊളിച്ചു വെക്കാനെന്ന് പറഞ്ഞാ എന്റെ ഇന്ന് പെരയുടെ എഴുതി വാങ്ങിയത്. എഴുതി വാങ്ങിക്കഴിഞ്ഞപ്പോൾ വിധം മാറി.
ഇപ്പം എനിക്ക് വരേടം വേണമെങ്കിലേ പോലീസ് സ്റ്റേഷനോ കോടതിയായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. ഈ വയസ്സുകാലത്ത് എന്നെ കൊണ്ട് പറ്റുമോ മോളെ? അല്ല, ഈ കേസും കോടതിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് വിൽപ്പനയും കഴിയും. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഞാൻ ഏട്ടനെ ഒന്ന് വിളിക്കട്ടെ. ആ വിളിക്ക്. എനിക്ക് വയസ്സുകാലത്ത് പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊന്നും പോവാൻ വയ്യ മക്കളെ. എന്റെ മോള് ഏതെങ്കിലും അനാഥാലയത്തിലാക്കിയാൽ മതി, അത് മതി. കരയാതെ എന്തായാലും അവളൊന്ന് വിളിച്ചു നോക്കട്ടെ. അവിടെ നിന്ന് എന്താ പറയണേ നോക്കാം. ഒന്ന് വിളിച്ചു നോക്കാം. വിളിക്കട്ടെ. ഞാൻ ആരാണ് നിനക്കൊന്നും അറിഞ്ഞൂടാ. പിറ്റേ കൊണ്ടേ കൊത്തിക്കൊന്നാണ് ഞാൻ ആരാണ് നിനക്കൊന്നും അറിഞ്ഞൂടാ. ശരി ആ ശരി. പെട്ടെന്ന് കച്ചവടം നടക്കും, പോലീസ് പിടിക്കില്ല. അതാണ് അഹങ്കാരല്ലേ? അത് കുഴപ്പമില്ല, പെട്ടെന്ന് ബലം കാണുന്നൊരു പരിപാടി ഉണ്ട്. ആ നീ വിട്ടോ, ഞാൻ നോക്കിക്കൊള്ളത്. ശരി ശരി. തങ്കം, തങ്കം, ഓ, നീ എന്റെ അമ്മയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചല്ലേ? ഓ അതെ, അമ്മേനെ കൊണ്ട് പരാതി ഒന്നും കൊടുപ്പിച്ചില്ല. അവരിവിടെ വന്ന് പറഞ്ഞു, സങ്കടം കേട്ടപ്പോഴത്തേനും പരാതി കൊടുക്കേണ്ടതാണെന്ന് തോന്നി കൊടുത്തു. അപ്പൊ ഞാൻ എന്താ പേടിച്ചു പോകുന്നു കരുതിയോ? പോലീസും കോടതിയല്ലേ, അത് ഏതുവരെ പോകുന്നു ഞാൻ നോക്കാം. അയ്യോ, നിങ്ങളെ പേടിപ്പിക്കാനൊന്നും പറഞ്ഞതല്ല. അവരുടെ ആവശ്യം നടക്കണം, അത്രേ ഉള്ളൂ. അതെ, സ്വത്ത് എഴുതി വാങ്ങിച്ചപ്പോഴല്ലേ നിങ്ങളുടെ വിധം മാറിയത്? അതെന്റെ അമ്മയുടെ അല്ലേ, ഞാൻ നോക്കിക്കോളാം. അമ്മമാരായാലേ വയസ്സായ അടങ്ങി ഒതുങ്ങി നിൽക്കണം, അല്ലാതെ എന്റെ മക്കളുടെ മെക്കിട്ട് കയറല്ല വേണ്ടത്. അതെ, അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. അവരുടെ സ്വത്ത് അവർക്ക് അങ്ങ് തിരിച്ചെഴുതി കൊടുക്ക്. സ്വത്ത് എഴുതി വാങ്ങിക്കുമ്പോഴേ അമ്മമാരെ നോക്കുകയും കൂടെ വേണം. നീക്കേ ഇവിടുത്തെ കാര്യം നോക്കിയാ മതി. ഏതായാലും പരാതി കൊടുത്തില്ലേ, നമുക്ക് നോക്കാം. നമ്മുടെ ഇവിടുത്തെ പോലീസും കോടതിയല്ലേ, അതെല്ലാം ശരിയായി വരുമ്പോഴത്തേക്കും ഞാൻ എന്റെ കാശും കൊണ്ടങ്ങ് പോകും. കാശും കൊണ്ട് കുറെ പോകും. ഇപ്പൊ പരാതി കൊടുത്തിരിക്കുന്നതേ RDOക്കാ. പെട്ടെന്ന് നടപടി ഉണ്ടാവും. ഒരു സ്ഥലത്ത് നിങ്ങൾ പോകാൻ പോണില്ല. ആ നോക്കാം എത്ര കൊല്ലം പോകുന്നു. എനിക്കും ഉണ്ട് മേലിൽ പിടിപാടൊക്കെ. ഓ നിനക്ക് എത്ര വിഷമമാണെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയെ കൊണ്ട് നീ ഇവിടെ നിർത്ത്. അയ്യോ, അപ്പൊ സ്വത്ത് വേണ്ടേ? നീ പോടി. അതെ, എടി പൊടിന്നൊക്കെ നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി കേട്ടാ. നിനക്കൊക്കെ എന്താടി എന്റെ വീട്ടിലെ കാര്യത്തിൽ ഇടപെടാൻ? അതെ, എന്താ കാര്യമെന്ന് അറിയണ്ടേ? നിങ്ങളുടെ അമ്മ ഇവിടെ വന്നിരുന്ന് കരഞ്ഞ് സങ്കടം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മനസാക്ഷി ഉള്ളതുകൊണ്ട്. നീ വെറും മെമ്പറാ, അത് മറക്കണ്ട. നീ വോട്ടും ചോദിച്ചങ്ങ് വാ. എനിക്ക് നിങ്ങളുടെ വോട്ട് വേണ്ടെങ്കിലോ? നിങ്ങളുടെ വീട്ടിൽ വരുന്നില്ല വോട്ട് ചോദിച്ച്, കേട്ടോ? ആ, അതിനിടയ്ക്ക് എന്നെ എല്ലാം വിട്ട് കാശും കൊണ്ട് ഞാൻ പോകുന്നതേ കാണിച്ചു തരാം. ഓ കാണാം. കാണണം. ആ കാണാം. ചെല്ല് ചെല്ല്. കൊറേ പരാതിക്കാരൊന്നേ, കൊറേ ആളുകൾ. എന്തോരം നാക്ക്. സത്യം ചേച്ചി, അവള് പറഞ്ഞ പോലെ ഈ കേസൊക്കെ കഴിയുമ്പോ നേരം എടുക്കൂ. ഇത് പെട്ടെന്ന് തീരുമാനമാണോ ഉപ്പ? ആണോ? ഞാനതല്ല ഇങ്ങനെ സ്വന്തം തള്ളേനെ നോക്കാതെ ഇവളൊക്കെ ഈ അണിഞ്ഞൊരുങ്ങി നടന്നിട്ട് എന്താ കാര്യം? ഇവളുടെ കൂടെ അമ്മ എങ്ങനെ പൊറുക്കും? എനിക്കറിയാൻ പാടില്ല. എന്റെ പൊന്നേ, അയ്യോ, എന്തായി? കനകൻ സാറിനെ ഒന്ന് കാണാൻ ഉത്തരവ് കിട്ടിയില്ലേ? അതിന്റെ ഒരു കോപ്പി പോലീസ് സ്റ്റേഷൻ തരേണ്ടതാണ്. എന്തായാലും നിങ്ങളും കൂടെ വന്ന നന്നായി, ഞങ്ങളും കൂടെ വരാതിരിക്കണേരുന്നു. ഇരിക്കേ, ഞാൻ സാറിനോടൊന്ന് പറയട്ടെ. വിളിക്കട്ടെ അമ്മ. വിനോദേ, അവരെ കയറ്റിവിട്.
ഉത്തരവ് കിട്ടിയായിരുന്നല്ലോ, വായിച്ചോ? ആധാർ റദ്ദ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീട് വിട്ടിറങ്ങണം നിങ്ങൾ. മാസം 10,000 രൂപ വെച്ച് അമ്മയ്ക്ക് ചെലവിന് കൊടുക്കണം. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007. പ്രായമായവർക്ക് അന്തസ്സായും സുരക്ഷിതമായും ജീവിക്കാനുള്ള നിയമപരിരക്ഷ. അമ്മേ, എന്തോ ഇനി ഇതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കയറി ഇറങ്ങേണ്ട കാര്യങ്ങളൊന്നുമില്ല. RDO വഴി പോലീസ് എല്ലാ സഹായത്തിനും ഉണ്ട്. മനസ്സിലായില്ല അമ്മയ്ക്ക്? മതി സാർ. അപ്പോൾ നിങ്ങൾ കച്ചവടമൊക്കെ തന്നെ റദ്ദിയല്ലേ, ക്യാൻസൽ ചെയ്യുള്ളൂ, എന്നിട്ട് വീട് വിട്ടിറങ്ങിക്കോളൂ. എന്താ സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവരിങ്ങനെ വീട് വിട്ടിറങ്ങുമൊന്നും വേണ്ട. എനിക്ക് അതിനകത്ത് മനസ്സമാധാനത്തോടൊന്ന് ജീവിച്ചു പോയാൽ മാത്രം മതി. ഒന്നുമില്ലെങ്കിലും ഇവളെന്റെ മോളും ഇതെന്റെ മരുമോനും അല്ലേ. അവർക്ക് തോന്നിയില്ലല്ലോ.